ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട്, അതായത് ലെമൺ ബ്രൗണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ ചോക്ലേറ്റ് ബ്രൗണീസൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ലെമൺ ബ്രൗണി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടി 1/4 കപ്പ് ലേശം ചൂടുള്ള ബട്ടറാണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചൂടോടുകൂടി തന്നെ ഞാൻ ഒഴിച്ചത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചൂടോടുകൂടി ഞാൻ ബട്ടറിലേക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടത്. അതും 1/4 കപ്പാണ് നമ്മൾ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സായി അതൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ 3/4 കപ്പ് പൗഡർ ഷുഗറാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 മുട്ട നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെയാണ്. അങ്ങനെ 2 മുട്ട ഒഴിച്ചതിന് ശേഷം അത് ലെമണിൻ്റെ സെസ്റ്റ് ഉണ്ടല്ലോ, ലെമണിൻ്റെ ചെറുനാരങ്ങയുടെ മുകളിൽ ഭാഗത്തെ തൊലി അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറൊക്കെ നല്ല ചേഞ്ച് ആവണം. നമ്മുടെ മുട്ടയും മറ്റേ പഞ്ചസാരയും കൂടി നമ്മുടെ ബട്ടർ ക്രീമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ നല്ല ആ ഒരു ക്രീം ആവുന്ന രീതിക്ക് അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര പൊടി ചേർത്തത്. പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്യാമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടറും ചോക്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ ചൂടാറിയപ്പോൾ നല്ല തിക്കായിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മുടെ ബട്ടറും നമ്മുടെ മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു ബട്ടറിൻ്റെ ക്രീം പോലെ നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാവും. നല്ല മിക്സ് ചെയ്യണം കേട്ടോ, നല്ല സ്പീഡായിട്ട് മിക്സ് ചെയ്യാം. അതിനുവേണ്ടി ബ്ലെൻഡറൊന്നും യൂസ് ചെയ്യണമെന്നില്ല, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ്, ഒരു 2.5 സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. 2.5 സ്പൂൺ എന്ന് പറയുന്ന സമയത്ത് ഞാൻ എടുത്തിരിക്കുന്ന സ്പൂണ് വളരെ ചെറുതാണ്. അതിലേക്ക് മുഴുവനായിട്ട് ജ്യൂസ് ഞാൻ ചേർത്തിട്ടില്ല, മൊത്തത്തിൽ ഒരു 2.5 സ്പൂൺ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾ വലിയ സ്പൂണാണെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചേർത്താൽ മതിയാകും. എന്നിട്ട് അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പും പിന്നെ ഒരു 3 ടീസ്പൂണും അങ്ങനെ മൈദമാവ് നമ്മൾ ചേർക്കുന്നുണ്ട്. ആദ്യം ഇപ്പോൾ 1 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളൊരു 3 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ 1 കപ്പ് 3 ടീസ്പൂൺ മൈദയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 3 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല സ്പീഡായിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട കേട്ടോ, പതുക്കെ മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബാറ്റർ വന്നിട്ട് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന അതുപോലത്തെ ട്രേയിൽ തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 180 ഡിഗ്രിക്ക് 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ്, അപ്പോൾ അതുപോലെ ടൈമിൽ നമ്മൾ വെച്ച് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നത്. നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള കാര്യം കറക്റ്റായിട്ടൊന്ന് ലെവലെടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് നമ്മുടെ ബ്രൗണി റെഡിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്, നമുക്കിനി ഇതെടുത്ത് മാറ്റിയേക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ക്രീം പോലെയുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഐസിങ് ഷുഗറും കുറച്ച് ലെമൺ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെടുത്തതിന് ശേഷം നമ്മൾ ഐസിങ് ഷുഗറിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളമാവാൻ പാടില്ല കേട്ടോ, നല്ല തിക്കായിട്ടുണ്ടാവണം. ഇതിപ്പോൾ കുറച്ച് വെള്ളമായിട്ടുണ്ട്, നമ്മൾ വീണ്ടും കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ക്രീം പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ക്രീം പോലെ ആക്കിയെടുക്കട്ടെ. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മുടെ ഈ ബ്രൗണിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ വന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് കട്ട് ചെയ്ത് മാത്രം വെച്ചു. പക്ഷേ പിന്നെ അടുത്ത വീഡിയോസുകൾ, അതായത് പീസായിട്ടുള്ള വീഡിയോ വന്ന് ഞാൻ അടുത്ത ദിവസമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം നമ്മുടെ ക്രീം വന്നിട്ട് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ വീണ്ടും ബാലൻസ് ഉള്ളതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അടുത്ത ദിവസമാണ് അതിൻ്റെ വീഡിയോ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടി തിക്കായിട്ട് ഒന്നുകൂടി മാവ് ചേർത്തിട്ട് വീണ്ടും നല്ല തിക്കായിട്ട് ഇതുപോലെ നമുക്ക് റെഡിയാണ്. നമ്മൾ ക്രീം ഉണ്ടല്ലോ, നമ്മുടെ ബട്ടർ ക്രീമോ അല്ലെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് കൊടുത്താൽ അതുപോലെ നമുക്ക് ഇത്രയും നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ചോക്ലേറ്റിൻ്റെയും പല ബ്രൗണികൾ കഴിച്ചിട്ടുണ്ടാവും.
പക്ഷേ ഇതുപോലെ ലെമണിൻ്റെ ബ്രൗണി എന്ന് പറയുന്ന സമയത്ത് ഉള്ളിലൊക്കെ കണ്ടില്ലേ ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ച പോലെ നല്ല ആ ഒരു തിക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ആ ലെമണിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ക്രീം ഉണ്ടല്ലോ, അതാണ് ശരിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളിലൊക്കെ നല്ലൊരു ചെറുതായിട്ടൊരു ജ്യൂസി പോലെ കാണുന്ന സമയത്തിന് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.